അനുഭവങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളൊന്നും തന്നെ ഇല്ല. ബട്ട് അഗെയിൻ സ്വാമിയുടെ ഒരുപാട് ലിറ്ററേച്ചർ ഞാൻ വായിച്ചിട്ടുണ്ട്. ബട്ട് നമുക്ക് ഓരോ ദിവസവും സ്വാമിയായിട്ടുള്ള ഒരു അടുപ്പം നമ്മൾ കൂടുന്ന കാരണം വെച്ചാൽ, ഞാൻ ആരോ ഈയിടയ്ക്ക് ഒരു ഡിവോട്ടി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം സ്വാമിയെക്കുറിച്ച് ആലോചിക്കുന്നുള്ളതാണ്. ഒരു അബ്സല്യൂട്ട് സറണ്ടർ എന്നൊക്കെ നമുക്ക് ഇൻ പ്രിൻസിപ്പിൾ പറയാം. ഐ ഹാവ് സറണ്ടേർഡ് അബ്സല്യൂട്ട്ലി ടു സ്വാമി ആൻഡ് ദെൻ സ്വാമി വിൽ ടേക്ക് കെയർ ഓഫ് മീ. ഇതൊക്കെ പ്രിൻസിപ്പളായിട്ട് പറയാം. അറ്റ് ദ സെയിം ടൈം ഞാൻ എത്ര ദിവസം ഞാൻ സ്വാമിയെക്കുറിച്ച് ഒരു ദിവസം ആലോചിക്കുന്നുള്ളതാണ്. ടു ദാറ്റ് എക്സ്റ്റെന്റ് ഐ എം ക്ലോസ് ടു ഹിം. ഇപ്പോൾ ഞാൻ സത്യത്തിൽ കോൺഷ്യസ് ആയിട്ട് സ്വാമിയെക്കുറിച്ച് ആലോചിച്ചില്ലെങ്കിലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ട് ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ സ്വാമിയായിട്ട് കണക്ട് ചെയ്യാൻ എനിക്ക് വരാറുണ്ട്. സേ ഫോർ ഇൻസ്റ്റൻസ് ഇന്നലെ രാത്രിത്തെ കാര്യം പറയുകയാണെങ്കിൽ, സാധാരണ ദിവസം ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം കുറച്ച് പാട്ടുകളൊക്കെ കേൾക്കും. അപ്പോൾ ഇന്നലെ കവിതാ കൃഷ്ണമൂർത്തിയുടെ കുറച്ച് പാട്ടുകൾ ഞാൻ രാവിലെ കേട്ടപ്പോൾ കവിതാ കൃഷ്ണമൂർത്തിയുടെ ഓം നമഃശിവായ എന്നൊരു പാട്ട് കേട്ടു. വളരെ ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ട് ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോൾ കുറച്ച് നേരം കൂടെ ആ പാട്ട് എടുത്ത് കേൾക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ പാട്ടിലേക്ക് പോയപ്പോഴത്തേക്ക് അതിനകത്തൊരു കവിതാ കൃഷ്ണമൂർത്തിയും അവരുടെ ഹസ്ബൻഡും ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കണ്ടു. ആ ഇൻ്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് ആ ഇൻ്റർവ്യൂ അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് ആ ഇൻ്റർവ്യൂ ഞാൻ കുറച്ച് കണ്ടു. അപ്പോൾ ആ ഒരു 2 മിനിറ്റ് മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് ഇൻ്റർവ്യൂവിൽ ആ സ്ത്രീ പറയുന്നു, ഞാൻ ഒരിക്കലും കല്യാണം കഴിച്ചാൻ ആഗ്രഹിച്ചിട്ടില്ല. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ സ്ഥിരമായിട്ട് പോകാറുണ്ട്. ഒരു പ്രാവശ്യം സ്വാമി അവരുടെ ഹസ്ബൻഡിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ സ്വാമി പറഞ്ഞു, യു ആർ ഗോയിങ് ടു ഗെറ്റ് മാരീഡ് ടു വൺ പർട്ടിക്കുലർ പേഴ്സൺ ആൻഡ് ഹി ഹാസ് ഈവൻ ഇൻഡിക്കേറ്റഡ് ദ നെയിം. ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഷീ നെവർ തോട്ട് ഓഫ് മാരിയിങ് അറ്റ് ഓൾ. ആൻഡ് ആഫ്റ്റർ സം ടൈം ആൻഡ് ഷീ മാരീഡ് എ പേഴ്സൺ വിത്ത് ദ സെയിം നെയിം. ലൈക്ക് ദാറ്റ് ഓരോ ദിവസവും നമ്മൾ ടു വാട്ട് എക്സ്റ്റെൻറ്റ് സ്വാമിയായിട്ട് കിടപ്പം. എൻ്റെ വൈഫ് കുറച്ച് മുമ്പ് നിങ്ങൾ ഇവിടെ വന്നപ്പോൾ സംസാരിച്ചതുപോലെ രാവിലെ ടു സ്റ്റാർട്ട് വിത്ത് സ്വാമി ഭജൻസ്. ഈ സ്വാമിയുടെ ഭജൻസിനെ കുറിച്ച് എനിക്കൊരു കാര്യം പലപ്പോഴും ഞാൻ എൻ്റെ വൈഫായിട്ട് ഷെയർ ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്ന് രാവിലെ ഞാൻ സ്വാമിയുടെ ഭജൻ കുറച്ച് നേരം കേട്ടപ്പോൾ 1-2 ഭജൻ സോങ്സ് സത്യത്തിൽ 1967-68 പീരീഡിൽ ഞങ്ങൾ കൊല്ലം സബദിയിൽ പോകുമ്പോൾ കേട്ട പാട്ടുകളാണ്. ആ പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ അന്ന് അത് കേട്ടപ്പോൾ എന്ത് എനർജിയാണ് നമുക്കുണ്ട്, അതേ എനർജി ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഐ ഗെറ്റ് കണക്റ്റഡ് ടു സ്വാമി. And I'll say that I am just keeping connected with you.